ഹായ്, കോച്ച് സുൻ ഹിയർ ഫ്രം ടീം ഹാർഡ് കോർ ഒഫീഷ്യൽ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബോഡി ബിൽഡിങ്ങിൻ്റെ പ്രോഗ്രാംസ്. ഏതൊക്കെ പ്രോഗ്രാംസിൽ കൂടെയാണ് ഒരു ബോഡി ബിൽഡിംഗ് ചെയ്യുന്നൊരു വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒരു ഗെയിനിങ് സൈക്കിൾ നമ്മൾ ചെയ്യുന്നു 2 or 3 months. നേരെ നമ്മൾ കട്ടിങ് സ്റ്റേജിലോട്ട് പോകുന്നു 2 or 3 months. ഈ ഒരു രീതിയിലാണ് സാധാരണ കാലകാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത്. സോ നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതി പറ്റത്തില്ല. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടതാണ് ലീൻ മസിൽ ഗെയിനിങ് ഫോർ 2 months, ഫില്ലിംഗ് സെക്ഷൻ അഥവാ ഇൻ്റർമീഡിയറ്റ് സെക്ഷൻ ഫോർ 2 months, കട്ടിങ് സെക്ഷൻ 1 or 2 months, പിന്നെ പീക്ക് വെക്കിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും അതിൻ്റേതായിട്ടുള്ള ഒരു എയിം അല്ലെങ്കിൽ ഒരു ഗോളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലീൻ മസിൽ ഗെയിനിങ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിലവിൽ നിൽക്കുന്ന ബോഡി ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് കുറച്ചുകൊണ്ട് തന്നെ മസിലുകളെ മാത്രം വോളിയം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീൻ മസിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ നിങ്ങളുടെ എൻഡുറൻസ് ലെവൽ, അതുപോലെ തന്നെ മസിലിൻ്റെ സൈസ്, മസിൽ വളരാനുള്ള ഗ്യാപ്പ്, ഇതെല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ദെൻ നിങ്ങൾ ഫില്ലിംഗ് സൈക്കിളിലോട്ട് പോകുന്നു. കട്ടിങ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു പ്രോസസ്സാണ് ഇൻ്റർമീഡിയറ്റ് ഗെയിനിങ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോഡിയിലെ നിലവിൽ ഇപ്പം ലീൻ മസിൽ ഗെയിനിങ് ചെയ്ത് വന്നിരുന്നാൽ കൂടി നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് പെർസെൻറ്റേജ് കാണും. നിലവിൽ നമ്മുടെ നിൽക്കുന്ന ബോഡി ഫാറ്റിൻ്റെ പെർസെൻറ്റേജിനെ വീണ്ടും കുറച്ചുകൊണ്ട് ആ മസിൽസിനെ, ആ വോളിയം കയറിയ മസിൽസിനെ ഹാർഡ് ആൻഡ് ഫുൾ ഫില്ലഡ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഫില്ലിംഗ് സൈക്കിളിൽ വരുന്നത്. അതും 2 മാസങ്ങൾ ചെയ്യുന്നു. ദെൻ കട്ടിങ്ങിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്ട്രീം ലെവൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുക എന്നുള്ള പ്രോസസ്സാണ്. ബോഡിയിലെ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് ലീൻ മസിൽ ബിൽഡിംഗ് ആണ് കട്ടിങ് സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പീക്ക് വീക്ക് എന്ന് പറഞ്ഞ സൈക്കിളിൽ പല രീതിയിലും പല ട്രെയിനർമാരും അല്ലെങ്കിൽ പല കോച്ചുമാരും പല രീതിയിലാണ് പീക്ക് വീക്ക് സൈക്കിൾ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കാലകാലങ്ങളായിട്ട് ഒരു ട്രെയിനറിൻ്റെ കീഴിൽ നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ കോച്ചിന് ആ ഒരു ക്ലയൻറ്റിൻ്റെ ബോഡി ടൈപ്പ് അറിയാമെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പീക്ക് വീക്കിൻ്റെ മാറ്റങ്ങൾ വരാം. ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി വരുന്നൊരു വ്യക്തിക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ കാണും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് വീക്കിൻ്റെ പ്രോട്ടോകോൾസ് എങ്ങനെയാണ് അവൻ്റെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഒരു നല്ല രീതിയിൽ ബോഡി ബിൽഡിംഗ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. താങ്ക് യു.